ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് നാളെ ജനുവരി 22 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്ന ചത്താപച്ച എന്ന മലയാള സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സനൂപ് തൈക്കൂടം തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയിൽ അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ നായർ, ഇഷാൻ ഷൌക്കത്ത് എന്നിവരോടൊപ്പം മലയാളത്തിന്റെ മഹാതാരം മമ്മൂട്ടി ക്യാമിയ റോളിലും അഭിനയിക്കുന്നുണ്ട്. ഛായാഗ്രഹണം ആനന്ദ് സി ചന്ദ്രനും എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകറുമാണ്. മുജീബ് മജീദാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ചത്താപച്ചയുടെ പ്രിവ്യൂ ഷോ ഇന്ന് ദുബായിൽ അരങ്ങേറിയിരുന്നു. പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം വന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. നാളെ രാവിലെ 9:30 കേരളത്തിൽ പ്രദർശനം ആരംഭിക്കുന്ന ഈ സിനിമയ്ക്ക് 250ഓളം തിയേറ്ററുകളാണ് കേരളത്തിൽ ചാർട്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ ഇന്ന് രാവിലെയോടെ തന്നെ 1 കോടി മറികടന്ന ഈ സിനിമ വൈകിട്ട് 4 മണിയോടെ 1,15,00,000 റേഞ്ചിൽ എത്തിച്ചേർന്നിരുന്നു. ഫൈനൽ പ്രീസെയിലായി ഈ സിനിമ കേരളത്തിൽ 1,40,00,000 റേഞ്ചിൽ എത്തിച്ചേരാനാണ് സാധ്യത. വേൾഡ് വൈഡ് പ്രീസെയിൽ 2 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. നിവിൻ പോളി നായകനായി അരുൺ വർമ്മ സംവിധാനം ചെയ്ത് ജനുവരി 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് ബേബി ഗേൾ. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ജിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ സിനിമയിൽ ലിജോ മോൾ ജോസ്, ജാഫർ ഇടുക്കി, അതിഥി രവി, അസീസ് നെടുമങ്ങാട്, സംഗീത് പ്രതാപ്, അഭിമന്യു തിലകൻ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ബോബി സജയ് എന്നിവരാണ്. ഫൈസ് സിദ്ദീഖ് ഛായാഗ്രഹണവും ഷൈജിത്ത് കുമാരൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സാം സീസാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 11 മണിയോടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ഈ സിനിമയുടെ വൈകിട്ട് 5:30 വരെയുള്ള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ 11 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 2,45,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്, ആന്ധ്ര ഉൾപ്പെടെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 45,000 രൂപയാണ് ലഭിച്ചിട്ടുള്ളത്. വൈകിട്ട് 5:30 വരെ 14 ലക്ഷം രൂപയാണ് പ്രീസെയിലായി ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. നാദർഷ സംവിധാനം ചെയ്ത മാജിക് മഷ്റൂം എന്ന സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗും ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ആകാശ് ദേവ് തിരക്കഥ തയ്യാറാക്കുന്ന ഈ സിനിമ ജനുവരി 23 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അജു വർഗീസ്, ജോണി ആന്റണി, അബിൻ ബിനോ, മീനാക്ഷി ദിനേശ്, സിദ്ധാർത്ഥ് ഭരതൻ, ബോബി കുര്യൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ നിലവിലെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,50,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തലാജിത്തിന്റെ മങ്കാത്ത എന്ന തമിഴ് സിനിമ റീ റിലീസായി ജനുവരി 23 തിയേറ്ററിലെത്തുന്നുണ്ട്. വെങ്കട്ട് പ്രഭു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 2011 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ ഈ സിനിമയിൽ അർജുൻ, തൃഷ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,30,00,000 രൂപ തമിഴ്നാട്ടിലും 9 ലക്ഷം രൂപ കർണാടകയിലും നേടിയെടുത്തിട്ടുണ്ട്. നിലവിൽ ഇതുവരെ ഈ സിനിമ അഡ്വാൻസ് ബുക്കിംഗിലൂടെ 1,41,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. അതേസമയം തളപതി വിജയന്റെ ജനനായകൻ എന്ന സിനിമയുടെ റിലീസിംഗുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് ചെന്നൈ കോടതി പരിഗണിക്കാനിരിക്കെ മറ്റൊരു ദിവസത്തെ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ നാളെ വെള്ളിയാഴ്ച തന്നെ ഈ കേസിന്റെ ഹിയറിംഗ് ആരംഭിച്ചില്ലെങ്കിൽ ജനുവരി 27 നീണ്ടു പോകാനാണ് സാധ്യത. എന്തായാലും കേസ് നീണ്ടു പോകുന്നത് നിർമ്മാതാക്കളെ ഉൾപ്പെടെ കഷ്ടത്തിലാക്കിയിട്ടുണ്ട്. ഇനി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ നിവിൻ പോളിയുടെ സർവമായ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 27 ദിവസം കൊണ്ട് കേരളത്തിൽ 75,10,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 28ാം ദിവസമായ ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 40 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 75,50,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 145,50,00,000 റേഞ്ചിലുമാണ്. നിഖില വിമൽ നായികയായ പെണ്ണുകേസ് എന്ന സിനിമ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 5,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 1,86,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 2,40,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. രൺവീർ സിംഗിന്റെ ദുരന്തർ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 8,10,000 രൂപയാണ്. അങ്ങനെ 47 ദിവസം കൊണ്ട് 8,38,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ 993,60,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. 47 ദിവസം കൊണ്ട് 1,287,50,00,000 രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. സംക്രാന്തി റിലീസായി ജനുവരി 15 തിയേറ്ററിലെത്തിയ തലൈവർ തമ്പി തലൈമയിൽ TTT എന്ന സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 6 ദിവസം കൊണ്ട് കേരളത്തിൽ 95 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 6 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തത് 19,05,00,000 രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 20,95,00,000 രൂപയുമാണ്. വിദേശത്ത് നിന്ന് 6 ദിവസം കൊണ്ട് 2,80,00,000 ഉൾപ്പെടെ 23,75,00,000 രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ശിവകാർത്തികേയന്റെ പരാശക്തി എന്ന സിനിമ 11 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 1,46,00,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 58,55,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 81 കോടി രൂപയാണ്. അതേസമയം ഒഫീഷ്യലായി ഈ സിനിമയുടെ 100 കോടി പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിരുന്നു. പ്രഭാസിന്റെ രാജാസാബിന്റെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ കേരളത്തിൽ 12 ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തത് 58,60,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 169 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 12 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 203 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ചിരഞ്ജീവിയുടെ മന ശങ്കരവര പ്രസാദ് ഗാരു എന്ന തെലുങ്ക് സിനിമയുടെ 9 ദിവസത്തെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 182 കോടി, കർണാടകയിൽ നിന്ന് 18,25,00,000, തമിഴ്നാട്ടിൽ നിന്ന് 2,68,00,000, കേരളത്തിൽ നിന്ന് 8 ലക്ഷം രൂപ, ഒഡീഷയിൽ നിന്ന് 88 ലക്ഷം രൂപ, മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് 2,06,00,000 രൂപ എന്നിങ്ങനെ 205,94,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷനായി 243,96,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.